ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വരുന്ന കാണുമ്പോൾ ശ്രുതി ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഈ മുക്കുപണ്ടം പണയം വെക്കാൻ പോയതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ശ്രുതി വലിയ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാവില്ലേ ആൻറ്റി എന്ന് പറയുമ്പോൾ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ലടി, ഞാൻ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്, അത് തരാൻ വന്നതാണെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കാരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണം എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ അവള് ആ ഗന്ധം വിട്ടു പോകുന്നുണ്ട്. താൻ ചെയ്തത് ഒന്നും കൂടിയും തനിക്ക് ദോഷമായി മാറി എന്ന് അവൾ മനസ്സിലാക്കാണ്. എന്തായാലും ശ്രുതിയെയും കൊണ്ട് വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടേ എങ്ങനെയുണ്ട് ഇവനെ പുറത്തിറക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ഇറക്കി, പക്ഷേ അവള് ഇവനെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഇടയാക്കിയ അവളുണ്ടല്ലോ, അവളുടെ അരികിൽ പോയിട്ട് അവൾക്ക് കൊടുക്കേണ്ട കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ, എടി നിന്റെ മകനും അവളും തമ്മിൽ എന്താ വ്യത്യാസം, രണ്ടും ഒരു അച്ചിൽ വാർത്തതുപോലെയാണ് എന്ന് പറഞ്ഞങ്ങനെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലയെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.